ജീവിതത്തിൽ എന്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയത്തെ അതായത് നമ്മൾക്ക് മുകളിലുള്ള ഒരു ശക്തി നിർണ്ണയിക്കുന്ന സമയത്തെ അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടൂ എന്നതിനുള്ള ഒരു ചെറിയ ഉദാഹരണം. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഒരു പുണ്യഭൂമിയിലേക്കെത്താൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പലതവണ പല അവസരങ്ങൾ ഉണ്ടായിട്ടും നടന്നിട്ടില്ല. എന്തിനു കൂടുതൽ പറയുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാഗ് പാക്ക് ചെയ്തിരുന്നിട്ട് പോലും എനിക്ക് ഈ ഒരു പുണ്യഭൂമിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഭഗവാൻ അതിന് നിശ്ചയിച്ചിരുന്നത് ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കഴിഞ്ഞ ഞായറാഴ്ച എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതിനു മുൻപ് ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടും എനിക്കിവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. കൊട്ടിയൂർ ഞങ്ങൾ പോവാൻ ഉദ്ദേശിച്ച ആ ഒരു സമയം തൊട്ടിട്ട് ഭഗവാനെ തൊഴുതിറങ്ങിയ സമയം വരെയും ഉണ്ടായ എൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഏകദേശം എറണാകുളത്ത് നിന്നും 7-8 മണിക്കൂറോളമുള്ള യാത്രയുണ്ട് തലശ്ശേരിക്ക്. തലശ്ശേരിയിൽ നിന്നും 1.5 മണിക്കൂറുള്ള യാത്രയുണ്ട് കൊട്ടിയൂർക്ക്. ഞങ്ങൾ ബസ്സായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോവാൻ വേണ്ടി. ഈ കാണുന്ന കാഴ്ചകളൊക്കെ കൊട്ടിയൂരിൽ നിന്നുള്ളതാണ്. അതായത് കൊട്ടിയൂർക്ക് എത്തുന്നതിന് മുൻപുള്ള കാഴ്ചകളാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അത് എനിക്ക് എൻ്റെ കണ്ണിൽ ഒരുപാട് ഭയങ്കര ബ്യൂട്ടി തോന്നി. ഞാൻ കാണുന്ന എന്തിനും അതൊരു പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കധികം ഞാൻ ആഗ്രഹിച്ച് പോയ ഒരു ക്ഷേത്രം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതിന് കാരണം ദക്ഷയാഗം ഞാൻ യൂട്യൂബിൽ കുറച്ച് വ്ളോഗ്സൊക്കെ കണ്ടിരുന്നു പോകുന്നതിന് മുന്നേ. എന്താണ് കൊട്ടിയൂരിലെ ഐതിഹ്യം അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പറയുക, അവിടേക്ക് എത്താൻ ഉള്ള ആഗ്രഹം മാത്രമല്ല, ഭഗവാനെ ഒന്ന് കാണാനുള്ള അതൊരു വല്ലാത്തൊരു ത്വരയുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതൊന്നും സാരില്ല, എങ്ങനെയും ഭഗവാനെ കാണണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു. വ്രതമൊക്കെ എടുത്തിട്ടാണ് സാധാരണ കൊട്ടിയൂർക്ക് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. പക്ഷേ ഞങ്ങൾ വ്രതമൊന്നും അങ്ങനെ 41 ഡേയ്സിലെ വ്രതമൊക്കെ എടുത്ത് വേണം പോകണമെന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തിരുന്നില്ല. പെട്ടെന്ന് ഉള്ള ഒരു അവസരം കിട്ടി, സമയം കിട്ടി. അപ്പോൾ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്തങ്ങ് ഇറങ്ങുമായിരുന്നു. ഒട്ടും പ്രിപ്പയർ അല്ലാതെ പോയ ഒരു യാത്ര. ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് അവിടെ ഞായറാഴ്ചയായിരുന്നു. ഒരുപാട് മനുഷ്യർ, അവർക്ക് ഒരേ ഒരു ലക്ഷ്യം, കൊട്ടിയൂരപ്പനെ കാണണം, ഭഗവാനോട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പറയണം, അവരെ ഒരു നോക്ക് കാണണം എന്നുള്ള ഒരൊറ്റ മൈൻഡിലുള്ള മനുഷ്യർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോയ സമയത്ത് അതികഠിനമായിരിക്കും യാത്ര. കാര്യം ഒരു തരത്തിലുള്ള അവിടെ ഈ ഹോട്ടൽസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രഷപ്പ് ആവാനൊന്നും ഉണ്ടാവില്ല. അന്ന് പിന്നെ എനിക്കാണെങ്കിൽ പുഴയിലൊക്കെ ഇറങ്ങാൻ അല്പം പേടിയുള്ള ഒരാളാണ്. നല്ല കുത്തൊഴിച്ച് പോകുന്ന അവസ്ഥയായിരുന്നു ബാവലിപ്പുഴ. അപ്പോൾ എനിക്ക് പൊതുവേ വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളത് കൊണ്ടിട്ട് ഒരു അക്കോമഡേഷൻ എവിടെയെങ്കിലും എടുത്ത് അവിടുന്ന് ഫ്രഷപ്പായി അവിടുന്ന് അങ്ങനെ പോകാനായിരുന്നു എൻ്റെ ഒരു തീരുമാനം. പക്ഷേ എല്ലാം ഭഗവാനായിട്ട് ഒരു എന്താ പറയുക, എല്ലാം ആരുടെ ഒരു നിയന്ത്രണത്തിലായിരുന്നു എന്ന് വേണം കരുതാൻ. എല്ലാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ എത്താൻ പറ്റി. അവിടുന്ന് ഒരു അക്കോമഡേഷൻ കിട്ടി, അവിടുന്ന് ഫ്രഷപ്പായി. പിന്നെ തിരിച്ച് ലിജേട്ടനാണ് ബാവലിപ്പുഴയിൽ ഇറങ്ങി മുങ്ങി കുളിച്ച് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞാൻ അവിടുന്ന് വെള്ളം തളിച്ച് എടുക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷപ്പായി വന്നതിന് ശേഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് നമുക്ക് കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ക്ഷേത്ര ഐതിഹ്യമെല്ലാം നമ്മൾ യൂട്യൂബിൽ നിന്ന് കേട്ടുപോയതല്ലാതെ കൂടുതലായിട്ടൊന്നും അവിടുന്ന് അറിയാനുള്ള സോഴ്സ് ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഭഗവാന്റെ അവിടുത്തെ ഓരോരോ ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ നിന്നാണ് കൂടുതലായിട്ട് അറിഞ്ഞത്. പക്ഷേ അവിടെ നിന്ന് അറിഞ്ഞതല്ല, അതിൽ കൂടുതലുമാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന്
അറിയുവാൻ സാധിച്ചത് അവിടെ എത്തി ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അഖിൽ. അപ്പോൾ അഖിൽ കണ്ണൂരാണ് വീട്. അപ്പോൾ അഖിലിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അഖിലുമായിട്ടൊപ്പം പോവാം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു. എന്താ പറയുക, ഞങ്ങൾക്ക് അത്രയ്ക്കധികം ഒരു അവിടെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്ക് അവിടെ ഒരു ലക്ഷറി ഇല്ല. നമ്മൾ നടക്കുന്ന ഒരു ചെറിയ ഒരു ഒരു പാതകൾ പോലും മറ്റേ കൂർത്ത കല്ലുകളാണ്. നമുക്ക് എങ്ങനെ ഈസിയായിട്ട് അങ്ങനെ നടന്നു പോകാനൊന്നും കഴിയില്ല. അത്രയ്ക്കധികം ത്യാഗങ്ങൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എത്തിച്ചേരും. അവസാനം നമ്മൾ ഭഗവാന്റെ അടുക്കൽ വരും. പക്ഷെ വരുന്നതിന് മുന്നേ നമ്മൾ അല്പം കൈയും കാലും ഒക്കെ ഒന്ന് വേദനിക്കുന്ന ഒരവസരങ്ങളുണ്ടാകും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാണ്. ചിലർക്ക് അങ്ങനെ ആകണമെന്നില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലും ഒക്കെ കൂർത്തിരിക്കുന്ന കല്ലാണ്. അപ്പോൾ എനിക്കതിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും അവസാനം നമ്മൾ എത്തിച്ചേർന്നത് വലിയൊരു ക്യൂവിലേക്കാണ്. ഒരുപാട് മനുഷ്യർ അവിടെ മണിക്കൂറുകളോളം നിന്ന് മുഷിഞ്ഞിരിക്കുകയാണ്. അവരുടെ അങ്ങേ അറ്റത്തെ സൈഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഓക്കെ, ഭഗവാന്റെ അടുക്കലേക്ക് നമുക്ക് വേഗം എത്താം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. അത് എപ്പോഴാണ് ആ ഒരു മൈൻഡ് ചേഞ്ച് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകൾ ഓരോരോ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്യണം. 2 ക്യൂ ആണുള്ളത്. ഒന്ന് മണിത്തറയിലേക്കുള്ള ഒരു ക്യൂവും പിന്നെ മണിത്തറയിലേക്ക് അല്ലാത്ത ഒരു ക്യൂവും. സത്യം പറഞ്ഞാൽ മണിത്തറ എന്താണ് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. മണിത്തറ എന്ന് പറയുന്നത് ഭഗവാനെ, അതായത് നേരിട്ട് നമുക്ക് കാണാം. ഈ ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർശനം ഭഗവാനെ നേരിട്ട് കാണാമെന്നുള്ളതാണ്. മണിത്തറയിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ചുറ്റുമുള്ള പ്രദക്ഷിണം ചെയ്തു പോകാൻ മാത്രമേ കഴിയുള്ളൂ. അവിടെ ഞങ്ങൾക്കൊരു ചെറിയ ഒരു പാളിച്ച പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ വഴി പോയി കഴിഞ്ഞാൽ ഭഗവത് ദർശനം ഉണ്ടാവും, പക്ഷേ പ്രസാദം കിട്ടില്ല, മേൽശാന്തി പ്രസാദം കിട്ടില്ല. നിങ്ങൾക്ക് ദർശനം ഭഗവാനെ നല്ല ഭംഗിയിൽ തൊഴാം, നിങ്ങൾ ഈ വഴി പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്ത ഞങ്ങൾ ആ വഴി തന്നെ പോകാൻ തീരുമാനിച്ചു. ശരി, പ്രസാദം നമുക്ക് വേറെ കൗണ്ടറിൽ നിന്ന് കിട്ടുമല്ലോ, അവിടെ നിന്ന് വാങ്ങാം. എന്നാണെങ്കിൽ നമുക്ക് ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി. അവിടെയും ഇതേപോലെ ക്യൂ നിന്ന് ഇതേപോലെ എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഭഗവാനെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഒരു തവണയെങ്കിലും പോയുള്ളവർക്ക് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടവർക്ക് ബോധ്യാവുന്നൊരു കാര്യമാണ്, നമുക്ക് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുന്ന ഭാഗത്ത് തിരക്കുള്ള സമയത്ത് കാണാൻ കഴിയില്ല. ഞങ്ങളവിടെ ചെന്നത് ഞായറാഴ്ചയായിരുന്നു, നല്ല തിരക്കുള്ള സമയവും. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ഇത്രയും ദൂരം വന്ന് ഭഗവാനെ നമുക്ക് ഒരു നോക്ക് കാണാൻ പറ്റാതെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്. വെയിറ്റ് ചെയ്താലും ശരിയെങ്കിൽ പിന്നെ ഭഗവാനെ കാണാം എന്ന് കരുതി നമ്മൾ ഈ പോണ പാത ഉണ്ടല്ലോ, അത് എന്ന് പറയുന്നത് ഇത് പ്രദക്ഷിണത്തിലേക്കുള്ള ഇത്ര മനുഷ്യരും തെറ്റിദ്ധരിച്ചിട്ടാണ് പോകുന്നത്. പ്രദക്ഷിണമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇതിന് മുകളിൽ നിൽക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ട് തൊഴുത് പ്രസാദം വാങ്ങി പുറത്തേക്ക് പോവുക. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് വീണ്ടും ഞങ്ങളൊരു ക്യൂവിൽ, മണിത്തറയിലേക്കുള്ള ക്യൂവിലേക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒരു സുഹൃത്ത് അഖിൽ, അപ്പോൾ അഖിൽ വന്നതിന് ശേഷമാണ് വേറൊരു വഴിയുണ്ട്, അപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാൽ ഒരു ക്യൂവിലേക്കാണ് എത്തുന്നത്, മണിത്തറയിലേക്ക് തന്നെ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അഖിൽ കണ്ണൂരാണ്. അപ്പോൾ അഖിലിന് കുറേ കൂടിയൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അഖിൽ അവിടെ സർവീസ് വോളണ്ടിയറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ക്യൂവിലേക്ക് തന്നെ പോയി. ഏകദേശം ഞങ്ങൾ എത്തിയത് മോർണിംഗ് ഒരു 4:30-5 മണിയോടെ കൂടിയിട്ടാണെങ്കിലും ഞങ്ങൾ ഈ ക്യൂവിലേക്ക് കയറിയത് ഒരു 8 മണിയോട് കൂടിയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ മുൻപ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോയി അത് പ്രദക്ഷിണമാണെന്ന് പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നിട്ട് വീണ്ടും ക്യൂവിലേക്ക് നിന്നത് ഏകദേശം 8 മണി 8:30 കൂടിയിട്ടാണ്. മാറി വരുന്ന കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും
കുട ചൂടുക അങ്ങനത്തെ അവസ്ഥ അവിടെ അങ്ങനെ ആരും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ പ്രകൃതിയോട് അലിഞ്ഞ് ഭഗവാനെ നിൽക്കുക. ഭഗവാൻ അവിടെ ഒരു ഓലപ്പുരയുടെ താഴെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഒരു തരത്തിലുള്ള ലക്ഷറിയും നമുക്ക് കൊട്ടിയൂർ പോയാൽ കിട്ടില്ല. നമുക്കൊരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഞാനവിടെ കണ്ടില്ല. ഉണ്ടാവാം, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു വനപ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ ഒരു വൈശാഖ ഉത്സവം കഴിഞ്ഞാൽ ഇതെല്ലാം പൊളിച്ചു മാറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളോ ഒന്നും അവിടെ ഇല്ല. വിധിപ്രകാരം ചെയ്യാനും പാടില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മഴ വരും, പിന്നെ മഴ മാറും, പിന്നെ മഴ വരും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ എന്തായാലും നമ്മളിനി കുടന്ന് ഇറക്കണ്ട, നമ്മൾ മഴ നനയും. അങ്ങനെ കംപ്ലീറ്റ് മഴ ഞങ്ങളാവുന്ന ആ ഒരു ദിവസത്തെ ഏകദേശം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കംപ്ലീറ്റ് മഴ അവിടെ ഞങ്ങൾ കൊണ്ടു. അപ്പം സാധാരണ നമ്മളൊരു മഴ കൊണ്ടു കഴിഞ്ഞാൽ ഉറപ്പായി നമുക്ക് പനി വരുന്നതാണ്. പക്ഷേ അത്ര രീതിയിലുള്ള നല്ല ഭീകരമായിട്ട് മഴ പെയ്തിട്ട് പോലും ഞങ്ങൾക്കൊരു ജലദോഷം പോലും വന്നില്ല. അതെന്താണെങ്കിലും ഞാനപ്പോൾ ലിജോനോടും പറയുന്നുണ്ടായിരുന്നു, സാരില്ല, നമുക്ക് മഴ നനഞ്ഞതിൻ്റെ ഭഗവാനെ കാണാം. നമ്മൾ മാക്സിമം നമുക്ക് ചെരുപ്പില്ല, അതായത് നമ്മൾ എൻട്രൻസ് തൊട്ടിട്ട് നമ്മൾ ചെരുപ്പൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു. അവിടം തൊട്ടിട്ട് അമ്പലം പുറത്തിറങ്ങുന്നതിനും വരെ നമ്മൾ ഒരു തരത്തിലുള്ള ചെരുപ്പുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തല്ലേ നമ്മൾ നിൽക്കുന്നത്. നല്ല കാലിന് വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിതൊക്കെ ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ചിന്ത ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാം. ഒരുപാട് പേര് ഇതിനോടകം കൊട്ടിയൂരെ ഐതിഹ്യം വീഡിയോകളായി ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ എനിക്കും ഇത് പറയണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ആദിപരാശക്തിയായ ദേവി തൻ്റെ മകളായിട്ട് ജനിക്കണമെന്ന് അതിയായ ആഗ്രഹം ദക്ഷനുണ്ടായിരുന്നു. പ്രജാപതിയായ അദ്ദേഹം തപസ് ചെയ്യുകയും ശേഷം ആദിപരാശക്തി പ്രത്യക്ഷപ്പെടുകയും വരം എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ആദിപരാശക്തിയും ത്രൈലോക്യ സുന്ദരിയുമായ ശ്രീ മഹാദേവി തൻ്റെ മകളായിട്ട് പിറക്കണമെന്നൊരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ എന്ന ദക്ഷൻ്റെ മറുപടി ദേവിയിൽ ഭയങ്കരമായിട്ടും പ്രസന്നയാക്കി ദേവീനെ. ശരി, അങ്ങയുടെ മകളായിട്ട് ഞാൻ ഈ ഭൂതലത്തിൽ വന്ന് പിറക്കും, അത് സാധിക്കും എന്ന് അതീവ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാനും കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും അതിനുവേണ്ടി ഈ ഒരു വരം ഞാൻ അങ്ങേക്ക് തരുന്നുവെന്നും ദക്ഷനോട് ദേവി പറഞ്ഞു. പക്ഷേ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ഭൂതലത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ വെച്ച് എനിക്ക് അപമാനമുണ്ടാവുകയാണെങ്കിൽ അവിടെ ഞാൻ ജീവത്യാഗം ചെയ്യും എന്നുള്ള ഒരു നിബന്ധനയോട് കൂടിയിട്ടാണ് ദേവി ഈ ഒരു വരം ദക്ഷന് നൽകിയത്. ശേഷം വർഷങ്ങൾ, അതായത് ദേവി വളർന്നു വലുതാവുകയും മഹാദേവനെ വിവാഹം ചെയ്യുകയും അവസാനം മഹാദേവനെ വിളിക്കാതെ ദക്ഷൻ ഒരു യാഗം നടത്തുകയും അത് മഹാദേവനെ അവഗണിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി, അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ദക്ഷൻ ഒരു യാഗം നടത്തുകയും ദക്ഷയാഗം അത് നടത്തുകയും അവിടേക്ക് വന്ന സതീദേവി തൻ്റെ ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള ദൈവങ്ങളെയും ദക്ഷൻ വിളിച്ചു വരുത്തി ആതിഥേയം കൊടുത്ത് അവിടെ ഇരുത്തിയെങ്കിലും സതീദേവിയുടെ സ്വന്തം മകളുടെ ഭർത്താവിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ പോയി. അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു തരത്തിലുള്ള ബഹുമാനങ്ങളും നൽകാതെ ഒരു യാഗം നടത്തുന്നു എന്ന് മനസ്സിലാക്കിയ സതീദേവി വളരെ അപമാനിതയാവുകയും അവിടെ നിന്ന് ദേവി ജീവത്യാഗം ചെയ്തുവെന്നാണ് കഥ. ആ സ്ഥലമാണ് നമ്മുടെ കൊട്ടിയൂർ. സതീദേവിയുടെ ദേഹവിയോഗം അറിഞ്ഞ മഹാദേവൻ വളരെയധികം കോപാകുലനാവുകയും ശേഷം വീരഭദ്രസ്വാമിയുടെ അവതാരമെടുക്കുകയും ചെയ്തു. തൻ്റെ കൺമുന്നിൽ തൊഴുതു നിൽക്കുന്ന വീരഭദ്രസ്വാമി എന്താണ് തൻ്റെ ജന്മോദ്ദേശം എന്ന് മഹാദേവനോട് ചോദിച്ചപ്പോൾ
നിങ്ങൾ ഉടൻ തന്നെ ദക്ഷപ്രജാപതി യാഗം നടത്തുന്നതായ യാഗശാലയിൽ ചെന്ന് യാഗശാല തല്ലി തകർത്ത് യാഗകർമ്മങ്ങൾ മുടക്കി വരണമെന്ന് നിർദ്ദേശിച്ചു. മഹാദേവൻ്റെ ആജ്ഞപ്രകാരം വീരഭദ്രസ്വാമികൾ ഡിണ്ടി, മുസലമിട്ടികൾ തുടങ്ങിയ ആയുധങ്ങളോടുകൂടി യാഗശാലയെ ലക്ഷ്യമാക്കി പുറപ്പെടുകയും മഹാദേവൻ്റെ ആജ്ഞപ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. മഹാദേവൻ്റെ കോപം അടങ്ങില്ല എന്നുള്ള കാര്യം ദേവമുനി വൃന്ദങ്ങൾക്ക് മനസ്സിലായി. മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം വന്ന വീരഭദ്രനാവട്ടെ യാഗശാല തല്ലി നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. യാഗം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മുനികളും മറ്റും ബ്രഹ്മാവിനെ കണ്ട് കാര്യം പറഞ്ഞു. അതായത് യാഗം പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഈ ഭൂലോകത്ത് ഇതിൽ വളരെ വലിയ വിപത്തുകൾ ഉണ്ടാവുകയും അത് ഒരിക്കലും നമുക്കാർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുമെന്നും അവർ ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് അതിനൊരു ഉപായം എന്ന പോലെ മഹാദേവനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാൻ വിഷ്ണുവിന് മാത്രമേ കഴിയൂ, നിങ്ങൾ വിഷ്ണുവിനെ പോയി കാര്യങ്ങൾ ധരിപ്പിക്കൂ എന്ന് പറഞ്ഞ് അവർ വൈകുണ്ഠത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു. വൈകുണ്ഠത്തിലേക്ക് എത്തിയ ദേവമുനി വൃന്ദങ്ങളെല്ലാവരും അവരുടെ ദുഃഖങ്ങളും ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ദുരിതങ്ങളെപ്പറ്റിയും മഹാവിഷ്ണുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. ശരി എന്ന് പറഞ്ഞ് മഹാവിഷ്ണു കൈലാസത്തിലേക്ക് പുറപ്പെടുകയും അത് ബാലഗോപാല വേഷത്തിലായിരുന്നു മഹാവിഷ്ണു കൈലാസത്തിലേക്ക് എത്തിയത്. മഹാവിഷ്ണുവിനെ കണ്ട മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ദേഷ്യം, ആ സമയത്തുള്ള എല്ലാ വികാരങ്ങളും അടഞ്ഞു പോവുകയും വളരെ സമാധാനത്തിലാവുകയും ചെയ്തു. അപ്പോൾ മഹാവിഷ്ണു ഭഗവാനോട് ഈ ഒരു യാഗം തുടരണമെന്നും നമ്മുടെ ഭൂമിയെ രക്ഷിക്കണമെന്നും മഹാദേവനോട് പറയുകയും യാഗം വീണ്ടും തുടങ്ങാനുള്ള അനുവാദം തരണമെന്നും മഹാദേവനോട് പറയും. മഹാദേവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അനുമതി കിട്ടിയ ആ ഒരു സമയത്ത് തന്നെ യാഗപൂർത്തീകരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ ആരംഭിച്ചു. യാഗശാല പുനർനിർമ്മിക്കുകയും മുടങ്ങിയ യാഗം തുടങ്ങുകയും ചെയ്തു. ഈ യാഗഭൂമിയാണ് ഇന്നത്തെ കൊട്ടിയൂർ. മണിത്തറ മധ്യത്തിലായി മനോഹരമായ കരിങ്കല്ലുകളാൽ ആവൃതമായ ഈ തറയ്ക്ക് മുകളിലാണ് സാക്ഷാൽ കൈലാസവാസൻ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത്. പടുകുഴികൾക്ക് മുകളിലായി ഞെട്ടിപ്പനയോലകളാൽ നിർമ്മിതമായ ശ്രീകോവിൽ നിങ്ങൾക്കവിടെ കാണാം. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ഭഗവാനെ ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അമ്മാറക്കല്ല് എന്നൊന്ന് കാണാം. കിഴക്കു തെക്ക് ഭാഗത്തായി കാണുന്ന വൃത്താകൃതിയിലുള്ള തറയാണ് അമ്മാറക്കല്ല്. പിതാവായ ദക്ഷപ്രജാപതിയാൽ യാഗശാലയിൽ വെച്ച് അപമാനിതയായ ശ്രീ മഹാദേവി സ്വയം ദഹിച്ച് അന്തർദാനം ചെയ്തതായ മഹൽ സ്ഥലമാണ് അമ്മാറക്കല്ല് എന്നറിയപ്പെടുന്നത്. തറയിൽ കെടാതെ ജ്വലിക്കുന്ന ഒരു ദീപവും അതിനു മുകളിലായി ഒരു ഓലക്കുടയും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും.